ഇത്തരത്തിലുള്ള ചില കീടങ്ങൾ, ഈ അഖിൽമാരാറെ പോലുള്ള ചില കീടങ്ങൾ സമൂഹത്തിൽ പല പരിഭ്രാന്തികളും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം ഓർക്കുമ്പോൾ നിങ്ങൾ ലജ്ജിക്കണം തൃശ്ശൂർക്കാരെ. ABC ന്യൂസ് എന്ന വർഗീയ ചാനലിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അയാൾ വീറ്റുന്ന വിഷത്തോളം വലുതാവില്ല മറ്റൊരു വിഷവും എന്ന് നിസ്സംശയം പറയാവുന്നതാണ്. ചില ജന്തുക്കൾ, ചില വിഷജീവികൾ സോഷ്യൽ മീഡിയയിലെമ്പാടും ഇഴഞ്ഞു നടക്കുന്നുണ്ട്. ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു ദുരന്തം കണ്ട് പകച്ചു നിൽക്കുകയാണ് കേരളവും വയനാടും നമ്മുടെ സമൂഹം ഒന്നാകെ. എങ്ങനെ ഈ ഒരു ദുരന്തത്തെ മറികടക്കാം എന്നുള്ള ചിന്തയിലാണ് നമ്മൾ എല്ലാവരും മുഴുകിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള സഹായ സഹകരണങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു മുന്നേറ്റത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അതിജീവനത്തിന് വേണ്ടി സമൂഹം ഒന്നാകെ ശ്രമിക്കുമ്പോൾ സമൂഹത്തിൽ തന്നെയുള്ള ചില പുഴുക്കുത്തുകൾ, ചില പാഷാണത്തിൽ കൃമികൾ ചില തരത്തിലുള്ള ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയും ജനങ്ങളെ തമ്മിൽ തെറ്റിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇത് പലതരത്തിലുള്ള സ്വകാര്യ താല്പര്യത്തിന്റെ പേരിലാണ്, വർഗീയമായിട്ടുള്ള താല്പര്യത്തിന്റെ പേരിലാണ്. അത്തരത്തിലുള്ള പാഷാണത്തിൽ കൃമികളെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതിൽ ആദ്യത്തെ ആൾ തന്നെ അഖിൽ മാരാറാണ്. അഖിൽ മാരാർ ബിഗ് ബോസ് താരവും സോഷ്യൽ മീഡിയ വഴി ഇൻഫ്ലുവൻസർ ഒക്കെ ആയി നിലനിൽക്കുന്ന ഒരാളാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ അയാൾ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു കുറിപ്പ് എഴുതുകയുണ്ടായി. അതിങ്ങനെയാണ്: മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ എനിക്ക് താല്പര്യമില്ല. ഇതിന് പകരമായി ഞാൻ ദുരിതം അനുഭവിക്കുന്ന 3 പേർക്ക് എന്റെ നാട്ടിൽ തന്നെ സ്ഥലം എടുത്ത് അവിടെ വീട് വെച്ചു കൊടുക്കുന്നതാണ്. ഏകദേശ രൂപമാണിത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ താല്പര്യമില്ല, ഞാൻ വീട് വെച്ചു കൊടുക്കും, ഞാൻ നേരിട്ട് വീട് വെച്ചു കൊടുക്കും എന്ന് പറയാനുള്ള എല്ലാ അധികാരങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഭരണഘടന അയാൾക്ക് കൊടുക്കുന്നുണ്ട്. അക്കാര്യത്തിൽ തെറ്റില്ല. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പങ്ങൾ വളരെ വലുതാണ്. അത് ഉണ്ടാക്കുന്ന ഡാമേജ് വളരെ വലുതാണ്. പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു ദുരന്തമുഖത്ത് അതിനെ അതിജീവിക്കാൻ വേണ്ടി ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ വേർതിരിവില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കുകയാണ്. ആ ഒരു അവസരത്തിലാണ് അഖിൽ മാരാറെ പോലെയുള്ള ഒരാൾ ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായവുമായി മുന്നോട്ട് വരുന്നത്. യഥാർത്ഥത്തിൽ അഖിൽ മാരാർ ഇതിനുശേഷം കുറെ വിശദീകരണ വീഡിയോകൾ ചെയ്യുകയുണ്ടായി. അതിൽ അയാൾ പറയുന്നുണ്ട്, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത് എന്ന്. ശരിയാണ്, അയാൾ പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കാൻ താല്പര്യമില്ല, പകരം ഞാൻ 3 വീട് വെച്ച് കൊടുക്കും എന്ന് പറയുമ്പോൾ അതിൽ ധ്വനിക്കുന്ന അർത്ഥം എന്താണ്? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്തോ കുഴപ്പം പിടിച്ച കാര്യമാണ്, അതിലേക്ക് ആരും പണം കൊടുക്കരുത്, പണം കൊടുത്താൽ അത് വകമാറ്റി പോകും എന്നൊക്കെയാണ് അയാൾ ധ്വനിപ്പിക്കുന്നത്. ഈ ഒരു ധ്വനിപ്പിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ അയാൾ ശ്രമിക്കുന്നു എന്നതിന്റെ ഭാഗമായി അയാൾക്കെതിരെ കേസ് എടുക്കുന്നത്. അയാൾക്കെതിരെ മാത്രമല്ല, വേറെയും ചില ആളുകൾക്കെതിരെ ഇതിനോടകം കേസ് എടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് അങ്ങേയറ്റം സുതാര്യമായിട്ടുള്ള CAG അടക്കമുള്ള ഏജൻസികളുടെ ഓഡിറ്റിങ്ങിന് വിധേയമാകുന്ന ഒരു ഫണ്ടാണ്. ഈ ഫണ്ടിന്റെ കാര്യത്തിൽ പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും പരത്തുവാൻ വേണ്ടി പല ഓൺലൈൻ മീഡിയകളും പഴയ ചില സംഭവങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് നമുക്ക് കാണാം. യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നത് എന്താണ്? ഏതൊരു സംവിധാനത്തിലും പല തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടക്കാൻ നിർദ്ദിഷ്ട താല്പര്യക്കാരായിട്ടുള്ള സ്വകാര്യ വ്യക്തികൾ ഉണ്ടാകാം. അത്തരം ആളുകൾ ചില തരത്തിലുള്ള തട്ടിപ്പുകൾ ഈ ഒരു ഫണ്ടിന് മേൽ നടത്തിയിട്ടുണ്ട് എങ്കിൽ അങ്ങനെ ഒരു ആരോപണം വന്നു എന്നതുകൊണ്ട് മാത്രം ഈ ഒരു ഫണ്ട് മുഴുവൻ തെറ്റാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇത്തരത്തിൽ നിൽക്കുന്ന ഒരു ആരോപണത്തിന്റെ പേരിൽ ആ ഒരു ഫണ്ടിനെ, അല്ലെങ്കിൽ ദുരിതബാധിതരായ മനുഷ്യർക്ക് ലഭിക്കേണ്ടി വരുന്ന ആ ഒരു സഹായത്തെ എല്ലാം റദ്ദ് ചെയ്യുന്നത് ഒട്ടും നീതിക്ക് നിരക്കുന്ന ഒരു കാര്യമല്ല. പിന്നെ അഖിൽ മാരാർ പറഞ്ഞത് 2 തരത്തിലുള്ള ഒരു ചിന്താഗതിയാണ്. ഒന്ന്, ഞാൻ ഒരു സർക്കാർ സംവിധാനത്തെ വിശ്വസിക്കുന്നില്ല എന്ന ഒരു ധ്വനി അതിലുണ്ട്. ഇതിന് പുറമെ തന്നെ ഞാൻ നേരിട്ട് അവരെ സഹായിക്കും. ഇങ്ങനെ പറയുമ്പോൾ അതിലൊരു സ്വാർത്ഥതയുണ്ട്, അതിലൊരു ഷോ ഓഫ് ഉണ്ട്, ഒരാണഹന്തയുടെ ലക്ഷണങ്ങളെല്ലാം ആ ഒരു പ്രസ്താവനയിലുണ്ട്. അഖിൽ മാരാറെ പോലൊരു വ്യക്തി നേരിട്ട്, അല്ലെങ്കിൽ ഒരു സംഘം, അഖിൽ മാരാറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്വകാര്യ വ്യക്തിയോ ഒരു സ്വകാര്യ സംഘമോ ഒരു സ്വകാര്യ സ്ഥാപനമോ ഈ ദുരിതബാധിതരെ സഹായിക്കുമ്പോൾ അതിൽ ഒരു ഔദാര്യമാണ് സംഭവിക്കുന്നത്. അതിൽ ഒരു സഹായത്തിനേക്കാൾ ഉപരിയായി ഔദാര്യമാണ് മുഴച്ചു നിൽക്കുന്നത്. സ്വന്തമായതെല്ലാം മലവെള്ളപ്പാച്ചിലിൽ നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം ഔദാര്യമല്ല ഉണ്ടാവേണ്ടത്. സർക്കാർ അവരെ സഹായിക്കുമ്പോൾ അത് അവരുടെ അവകാശമാണ്. ആ അവകാശം നടപ്പാക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ ആ ഫണ്ട് മുഖാന്തരം നടപ്പാകുന്നത്. അതിനെ റദ്ദ് ചെയ്യുന്നത് ശരിക്കും നമ്മുടെ സമൂഹത്തോട് തന്നെ ചെയ്യുന്ന ഏറ്റവും നീതികെട്ട ഒരു കാര്യമാണ്. NS മാധവനെ പോലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള എഴുത്തുകാർ അഖിൽ മാരാരുടെ ഇത്തരം ചൽപ്പനങ്ങളെ എതിർത്തുകൊണ്ട് വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയുണ്ടായി. പക്ഷേ അദ്ദേഹത്തെ പോലും പുച്ഛിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത്. അതിലിങ്ങനെയാണ് പറയുന്നത്: NS മാധവനെ പോലുള്ള ഒരു ബുദ്ധിജീവി
ഞാൻ എന്താണ് പറഞ്ഞതെന്ന് പോലും മനസ്സിലാക്കാതെ എന്നെ വിമർശിച്ച് പോസ്റ്റ് ഇട്ടിരിക്കുന്നു എന്നാണ് അഖിൽമാരാർ പറയുന്നത്. ഇതിൽ അങ്ങേയറ്റം തെറ്റായ ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ NS മാധവനെ പോലൊരാൾ പഠിക്കാതെയോ ഇങ്ങനൊരു വിമർശനം നടത്തുകയില്ല. മാത്രമല്ല, നമുക്കും ആ പോസ്റ്റ് വായിച്ചു കഴിയുമ്പോൾ പ്രഥമ ദൃഷ്ട്യാ തോന്നുന്നത് ഈ പറഞ്ഞതിൽ പിശകുണ്ട് എന്നാണ്. വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അഖിൽമാരാർ പറഞ്ഞത് ശുദ്ധ പോഷ്കാണ്, തെറ്റാണ്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകണമെന്ന് പ്രതിപക്ഷ നേതാവായ VD സതീശൻ പറഞ്ഞു. രമേശ് ചെന്നിത്തല തന്റെ ഒരു മാസത്തെ MLA ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് ഓൾറെഡി അടച്ചു കഴിഞ്ഞു. ഇത്തരത്തിൽ ആളുകളെല്ലാം രാഷ്ട്രീയ ഭേദമന്യേ, പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ ഉള്ള ഭേദമന്യേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അതിനെല്ലാം അട്ടിമറിക്കും വിധത്തിലാണ് ഇത്തരത്തിലുള്ള ചില കീടങ്ങൾ, ഈ അഖിൽമാരാറെ പോലുള്ള ചില കീടങ്ങൾ സമൂഹത്തിൽ പല പരിഭ്രാന്തികളും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. വായപോയ കോടാലി എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അത് അക്ഷരാർത്ഥത്തിൽ അഖിൽമാരാറെയും K സുധാകരനെയും പോലുള്ളവരെ വെച്ചുകൊണ്ടാണ്. കാരണം നമ്മുടെ കേരള സമൂഹത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നതിനെ എതിർത്ത് പറഞ്ഞ 2 പേർ ഇവരാണ്. തന്റെ ഭാവനയിൽ മെനഞ്ഞെടുത്ത ചില കഥകളുമായിട്ടുള്ള ന്യായീകരണങ്ങൾ കൊണ്ടൊന്നും അഖിൽമാരാറെ പോലുള്ള ഒരു കീടം ഇവിടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്ന സുമനസ്സുകളെ നിരുത്സാഹപ്പെടുത്താൻ നോക്കിയ നീചപ്രവർത്തിക്ക് മാപ്പ് കൊടുക്കുവാൻ സാധിക്കുന്നതല്ല. ദുരന്തമുഖത്ത് സർക്കാരിനെയോ സർക്കാർ സംവിധാനങ്ങളെയോ വിമർശിക്കാൻ പാടില്ല എന്നല്ല നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഉദാഹരണമായി പറഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വിമർശനം വന്നു. ദുരന്തമുഖത്ത് ഒരു ഡിസാസ്റ്റർ PR നടത്തുകയാണ് മുഹമ്മദ് റിയാസ്, അത് നടത്താൻ പാടില്ല എന്ന തരത്തിലായിരുന്നു ആ വിമർശനം വന്നത്. യഥാർത്ഥത്തിൽ പക്വതയാർന്ന ഒരു രാഷ്ട്രീയ വിമർശനമായിരുന്നു അത്. അത്തരത്തിലുള്ള വിമർശനങ്ങളെല്ലാം ഉന്നയിക്കാവുന്നതാണ്. പക്ഷേ ഒരു ദുരന്തത്തെ അതിജീവിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളായ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപായമായി നമ്മുടെ മുൻപിലുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ നിരുത്സാഹപ്പെടുത്തുന്ന വിധത്തിൽ, അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള നടപടികൾ, ഉള്ള പ്രവർത്തനങ്ങൾ, അതിനെല്ലാം എതിർക്കേണ്ടതാണ്. അതിനെ നിയമപരമായി നേരിടേണ്ടതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ആളുകൾക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത്. അത് ഇനിയും എടുക്കുക തന്നെ വേണം. ഈ ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ നമ്മൾ നേരിൽ കണ്ട ഈ ദുരന്തത്തെ വെല്ലും വിധത്തിൽ ലോക ദുരന്തമായിട്ടുള്ള ചില മനുഷ്യരെയും നമ്മൾ ഇതിനിടയിൽ സോഷ്യൽ മീഡിയയിലും നമ്മുടെ സമൂഹത്തിന് ചുറ്റുപാടും കണ്ടെത്തുകയുണ്ടായി. അതിൽ രണ്ടാമത്തെ വിഷകീടം, രണ്ടാമത്തെ പാഷാണത്തിൽ കൃമി, അത് ഏറെ നാളായി കേരളത്തിന്റെ സാമൂഹ്യ മനസ്സിനെ, സമുദായിക മനസ്സിനെ, സാംസ്കാരിക മനസ്സിനെ മലീമസമാക്കുന്ന ഒരു ഭൗതിക പ്രമുഖ് എന്ന തലംപട്ടം കെട്ടിവെച്ചിരിക്കുന്ന TG മോഹൻദാസ് ആണ്. ABC ന്യൂസ് എന്ന വർഗീയ ചാനലിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അയാൾ വീറ്റുന്ന വിഷത്തോളം വലുതാവില്ല മറ്റൊരു വിഷവും എന്ന് നിസ്സംശയം പറയാവുന്നതാണ്. രക്ഷാപ്രവർത്തനം നടത്തുന്ന നാട്ടുകാരെ അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകരുടെ യൂണിഫോം വെച്ചുകൊണ്ട് വർഗീയത പടർത്താൻ ശ്രമിക്കുന്ന എത്രയും നീചമായിട്ടുള്ള ഒരു മനസ്സാണ് TG മോഹൻദാസ് എന്ന ദുഷ്ട ജന്തുവിന്റെ, ദുഷ്ടനായ മനുഷ്യന്റെ ഉള്ളിലുള്ളത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. വർഗീയത വെറുതെ അങ്ങ് പുലമ്പുകയല്ല. വർഗീയത പറഞ്ഞ ആളുകളെ പരിഹസിക്കുവാൻ ഏറ്റവും സുഗമമായി സാധിക്കുന്നത് TG മോഹൻദാസിനാണ് എന്ന കാര്യം കാണുമ്പോൾ നമ്മൾ മൂക്കത്ത് വിരൽ വെച്ച് പോകും. എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു? സോഷ്യൽ മീഡിയയിലെ അശ്ലീല പ്രചരണങ്ങളാണ് മറ്റൊരു പ്രധാനം. ഏതൊരു വലിയ ദുരന്തം വന്നാലും, ഏതൊരു വലിയ സാമൂഹ്യ വിപത്തുണ്ടായാലും തങ്ങളുടെ പ്രാകൃതമായിട്ടുള്ള, വികൃതമായിട്ടുള്ള മനസ്സിനെ തൃപ്തിപ്പെടുത്തുവാനുള്ള കമന്റുകൾ ഇടാൻ നേരമുണ്ട് എന്ന് വിളിച്ചോതുന്ന ചില ജന്തുക്കൾ, ചില വിഷജീവികൾ സോഷ്യൽ മീഡിയയിലെമ്പാടും ഇഴഞ്ഞു നടക്കുന്നുണ്ട്. അവരുടെ വിഷ കമന്റുകൾ നമ്മുടെ മനസ്സിനെ തന്നെ ചുട്ടുപൊള്ളിക്കുന്നതാണ്. ദുരന്തമുഖത്ത് ഒറ്റപ്പെട്ട അനാഥരായ കൈക്കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കാൻ എന്റെ ഭാര്യ സന്നദ്ധയാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റിലൂടെ പങ്കുവെച്ച ആളുടെ, അല്ലെങ്കിൽ ആ പോസ്റ്റിന് കീഴെ വന്ന ഏറ്റവും മനുഷ്യനായി പിറന്ന ഏതൊരാളെയും ലജ്ജിപ്പിക്കും വിധത്തിലുള്ള കമന്റുകൾ ഇട്ടവർക്ക് നാട്ടുകാർ കണക്കിന് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇതിനോടകം വാർത്തകൾ വരുന്നത്. തങ്ങളുടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് പലരും ന്യായീകരണ വീഡിയോയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ അത് തെറ്റുകൾ തിരിച്ചറിഞ്ഞ് പശ്ചാത്താപം കൊണ്ട് മാത്രമാണ് എന്ന് പറയാൻ കഴിയില്ല. ഭയം കൊണ്ട് കൂടിയാണ്. നാട്ടുകാരുടെ കയ്യിൽ നിന്ന് നല്ല ഇടി കിട്ടും എന്നുള്ള ഭയം കൊണ്ട് കൂടിയാണ്. എനിക്ക് തീർച്ചയാണ് തൃശ്ശൂർക്കാർ ഇപ്പോൾ പശ്ചാത്താപിക്കുന്നുണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള ഒരു ദുരന്തം നടന്നിട്ടും ആ ദുരന്തത്തിൽ ജനങ്ങൾ ആകെ വിറങ്ങലിച്ചു നിൽക്കുമ്പോഴും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥ വളരെ വലുത് തന്നെയാണ്.
നമുക്ക് രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ട്. ഒന്ന് സുരേഷ് തമ്പുരാനും ജോർജ് കുര്യനും. തമ്പുരാൻ തന്റെ 1001 പടയാളികളെയുമായിട്ട് എഴുന്നള്ളിയത് ഇന്നാണ്. ഇത്ര ദിവസവും ദുരിതം ഉണ്ടായിട്ടും ഇത്ര ദിവസവും ആ ഒരു ദുരന്തത്തിന്റെ ആഘാതം മനുഷ്യർ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴും തമ്പുരാൻ കേരളത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ ദുരന്തമുഖത്തേക്ക് എത്തിയില്ല. കേരളത്തിന് വേണ്ടിയിട്ട് കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തേണ്ട, കേരളത്തിന് വേണ്ടിയിട്ട് കേന്ദ്രത്തോട് സഹായം അഭ്യർത്ഥിക്കേണ്ട ഒരു മന്ത്രി യഥാർത്ഥത്തിൽ എന്താണ് ചെയ്തത്? ഇതേക്കുറിച്ച് അല്ലെങ്കിൽ കേരളത്തിൽ സംഭവിച്ച, വയനാട്ടിൽ സംഭവിച്ച ഈ ഒരു ദുരന്തത്തെ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ സാധിക്കില്ലേ എന്ന് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞു, അങ്ങനെ ചെയ്യാൻ സമയമായിട്ടുണ്ടോ? സമയമായോ? നിങ്ങൾ അന്വേഷിക്കൂ. മാധ്യമങ്ങളോട് ഏറ്റവും നിരുത്തരവാദപരമായിട്ടുള്ള ഒരു മറു ചോദ്യം ചോദിച്ചുകൊണ്ട് അയാൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഇത്തരത്തിൽ സ്വാർത്ഥമായിട്ട്, ഇത്തരത്തിൽ നിരുത്തരവാദപരമായിട്ട് പെരുമാറുന്ന ഒരാളെയാണ് തൃശൂർക്കാർ ജയിപ്പിച്ച് ലോക്സഭയിലേക്ക് വിട്ടത് എന്ന കാര്യം ഓർക്കുമ്പോൾ നിങ്ങൾ ലജ്ജിക്കണം തൃശൂർക്കാരെ.